പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത പ്രോഗ്രാമിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വിശുദ്ധ കുരിശടയാളത്തിന്റെ അത്ഭുത ശക്തി. പ്രൈസ് ദ ലോർഡ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കഴിഞ്ഞ കാലങ്ങളിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ടെലിവിഷൻ പ്രോഗ്രാമിന്റെ സമയത്ത് പ്രാർത്ഥിച്ചപ്പോൾ അനേകം കുടുംബങ്ങളിൽ കർത്താവിന്റെ നാമത്തിൽ പ്രകടമായ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഈ കത്തെഴുതുന്നത് കണ്ണൂരിൽ നിന്നുള്ള ജോസ്മിയാണ്. ഞാൻ ഈ കത്തെഴുതുന്നത് എന്റെ മകന്റെ കൺകുരു മാറിയ വിവരം സാക്ഷ്യപ്പെടുത്തുവാനാണ്. ഞാനും എന്റെ കുടുംബവും എന്റെ മകന്റെ കൺകുരുവിനെ ഓർത്ത് വളരെ കഷ്ടപ്പെടുകയും വിഷമിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് ടെലിവിഷനിലൂടെ സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. എന്റെ മകന്റെ കൺകുരു 2 ഡോക്ടർമാരെ കാണിച്ചിരുന്നു. അവർ പറഞ്ഞത് ഇത് വിറ്റാമിന്റെ കുറവ് മൂലമാണ് വരുന്നത്. ഞങ്ങൾ സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നുള്ള ടെലിവിഷൻ പ്രോഗ്രാമിന്റെ സമയത്ത് അച്ഛന്റെ ധ്യാന പ്രസംഗം ടിവിയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മകൻ ക്രിസ്റ്റോ 9 വയസ്സ് പ്രായം മുട്ടുകുത്തി തല കുമ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ ധ്യാന പ്രസംഗം തീർന്നു കഴിഞ്ഞപ്പോൾ മോന്റെ കൺകുരു പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. വലിയൊരു അത്ഭുതം ഈ കുടുംബത്തിന് വേണ്ടി വചനങ്ങൾ കേട്ടുകൊണ്ടിരുന്ന സമയത്ത് കർത്താവ് പ്രവർത്തിച്ചു. പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം. മറ്റൊരു വ്യക്തി ടെലിവിഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ അവർക്കുണ്ടായ അനുഭവം രേഖപ്പെടുത്തി ശ്രദ്ധിക്കുക. എന്റെ പേര് സാലി. ഞാൻ സഗിയോൻ ധ്യാന കേന്ദ്രത്തിന്റെ ടെലിവിഷൻ പ്രോഗ്രാമിന്റെ സ്ഥിരം പ്രേക്ഷകയാണ്. ഞാൻ സൗദി അറേബ്യയിൽ ദമാമിലായിരുന്നു. ഈ പ്രോഗ്രാമിന്റെ സമയത്ത് കണ്ണുനീരോടുകൂടി ഒരു കുഞ്ഞിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. വർഷങ്ങളായി എനിക്ക് കുട്ടികളില്ലാത്ത ഒരവസ്ഥയായിരുന്നു. അതുപോലെ എന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിച്ചു. എന്റെ കണ്ണുനീരോടുകൂടിയുള്ള ഈ 2 പ്രാർത്ഥനകളും എന്റെ ദൈവം ടെലിവിഷൻ പ്രോഗ്രാമിന്റെ സമയത്ത് കേട്ട് എന്നെ അനുഗ്രഹിച്ചു. അതോടൊപ്പം എന്റെ അനുജത്തിയുടെ വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടിയും അവൾക്ക് ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ അതും സംഭവിച്ച് എന്റെ ഇപ്പോഴത്തെ അനുഭവം വെച്ച് സഗിയോൻ ധ്യാന കേന്ദ്രത്തിന്റെ ടെലിവിഷൻ പ്രോഗ്രാമിന്റെ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവം എന്നോട് കരുണ കാണിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. എന്റെ യേശുക്രിസ്തുവിന് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഹല്ലേലൂയ. ദമാമിൽ ഇരുന്ന്, സൗദി അറേബ്യയിലുള്ള ദമാമിൽ ഇരുന്ന് ഈ സഹോദരി കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ, കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി, ഞങ്ങൾക്ക് കുട്ടികളില്ല, ഒരു കുഞ്ഞിനെ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവ് ആ കുടുംബത്തിന് കുട്ടിയെ കൊടുത്ത് അനുഗ്രഹിച്ചു. ഞങ്ങളുടെ കുടുംബത്തിൽ സാമ്പത്തികമായി കരകയറാൻ പറ്റുന്നില്ലല്ലോ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ കുടുംബത്തിന്റെ കടബാധ്യതകളെല്ലാം മാറി അവർക്ക് ഉയർച്ചയും ഭവനങ്ങളെല്ലാം കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ച്. ആ സഹോദരിയുടെ അനുജത്തിക്ക് ജോലിയില്ല, വിവാഹമില്ല, ഇത് 2 നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം അതും അനുഗ്രഹിച്ച് ആശീർവദിച്ച്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കൂട്ടായ്മയോട് കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അത്ഭുതകരമായ ശക്തിയും അഭിഷേകവും ഉണ്ട് എന്ന് ആയിരക്കണക്കിന് ദൈവമക്കളുടെ അനുഭവത്തിൽ നിന്ന് ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഈ സമയത്ത് ഈ ടെലിവിഷൻ പ്രോഗ്രാമിനോട് ചേർന്ന് ഓരോ മകനും മകളും അവരവരിയ്ക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഇപ്പോൾ കർത്താവിന്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. കർത്താവെ, ഈ ശുശ്രൂഷയോട് ചേർന്നിരുന്ന് വിവിധ സ്ഥലങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഇപ്പോൾ കൈകൾ നീട്ടി ആശീർവദിക്കണമേ. എല്ലാ വ്യക്തികളുടെ മേലും അങ്ങയുടെ അത്ഭുത അനുഗ്രഹം ഇപ്പോൾ വ്യാപരിക്കട്ടെ കർത്താവെ. ഈ കുടുംബങ്ങളുടെ പരാജയം ആഗ്രഹിച്ച് നിലയുറപ്പിച്ചിരിക്കുന്ന അന്ധകാര സൈന്യനിരകളോട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ഈ കുടുംബങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുന്നതിൽ നിന്ന്, തടസ്സമുണ്ടാക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞ് നിത്യ നരകാഗ്നിയിലേക്ക് പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ ആരാധന, ആരാധന, ആരാധന. ഓ കർത്താവേ, ഈ കുടുംബങ്ങളിൽ കൂടെ കൂടെ വരുന്ന രോഗങ്ങളെ ശാസിക്കുന്നു. ഈ കുടുംബങ്ങളിൽ കൂടെ കൂടെ വരുന്ന എല്ലാ തരത്തിലുള്ള അനർത്ഥ ശക്തികളെയും ശാസിച്ച് ബന്ധിക്കുന്നു. ഈ കുടുംബങ്ങളിൽ കൂടെ കൂടെ ഇവർ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ വഴക്കിന്റെയും കലഹത്തിന്റെയും അരീപികളെ ശാസിക്കുന്നു. ഈ കുടുംബങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള പൈശാചിക പീഡകളെയും നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിച്ച് ബന്ധിച്ച് നിത്യനരകാഗ്നിയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തെ അയച്ച് യേശുവിന്റെ കൃപയുടെ അഭിഷേകം ഈ ഭവനത്തിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നാൾ ഇവിടെ ഒരു സഹോദരി വളരെ വലിയ വേദനയോടെ വന്നു. ആ സഹോദരിയുടെ ദുഃഖം ആ സഹോദരിയുടെ സ്വന്തം അനുഭവത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം കൈപ്പടയെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങളിന്ന് അറിയിക്കുകയാണ്. എന്റെ പേര് ബീന. സ്ഥലം നിലമ്പൂര് നരിവാലമുണ്ട എന്ന സ്ഥലത്താണ്. ഞാൻ യുവജന ധ്യാനത്തിൽ സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. എന്റെ വയസ്സ് 28. എന്റെ ഓർമ്മ വെച്ച നാള് തൊട്ട് എന്റെ വയറ്റിനുള്ളിൽ പേടിയും ആദിയും കത്തിക്കാളുന്ന ഒരു അനുഭവത്തിന്റെ ഉടമയായിരുന്നു ഞാൻ. പലരെയും കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. ഒരു കുറവും എനിക്കില്ലായിരുന്നു. പാഞ്ഞു വരുന്ന വണ്ടിയും കറങ്ങുന്ന ഫാനും ഓടി വരുന്ന മനുഷ്യനെയും കണ്ടാൽ എനിക്ക് നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള വേദനയായിരുന്നു. അന്നേരത്തേക്ക് എന്റെ 2 കൈകൾ കൊണ്ട് ഞാൻ എന്റെ വയറ് പൊത്തിപ്പിടിച്ച് കുനിഞ്ഞു നിൽക്കും. ഇതായിരുന്നു എന്റെ സ്ഥിതി. ജൂൺ 1-ാം തീയതി ധ്യാനത്തിന് വരാൻ തന്നെ ഞാനൊരു തീരുമാനമെടുത്തു. എന്റെ ഈശോ എന്നെ സുഖപ്പെടുത്തും എന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ ധ്യാനത്തിന് വന്നു. ധ്യാനത്തിന്റെ 4-ാമത്തെ ദിവസം സമയം 2:20 ഒരു തൈലാഭിഷേക പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ തൈലാഭിഷേക പ്രാർത്ഥന ചെയ്ത സിസ്റ്റർ തൈലം തലയിൽ പൂശി കുരിശടയാളം നെറ്റിയിൽ മുദ്രയായി പതിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ സമയത്ത് എന്റെ തലയിൽ വലിയൊരു മരം ഇരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. തുടർന്ന് എന്റെ ശരീരം മുഴുവൻ അങ്ങോട്ട് ചൂടായി. പിന്നെ വിയർത്ത് ഞാൻ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു. ആ സമയത്ത് എന്റെ ശരീരത്തിൽ നിന്ന് ആ തിന്മയുടെ ശക്തി വിട്ടിറങ്ങി പോയി. ഇപ്പോൾ ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ്. ഞാൻ പൂർണ്ണ സന്തോഷവതിയാണ്. എനിക്ക് ഒരു രോഗവും എന്നെ അലട്ടുന്നില്ല. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആ തൈലാഭിഷേകം ചെയ്ത കുരിശിന്റെ അടയാളം ആ നെറ്റിയിലേക്ക് വരച്ച് പ്രാർത്ഥിച്ച ആ സമയം പോലും ഈ സഹോദരി കൃത്യമായി ഓർത്തിരിക്കുന്നുണ്ട്. കാരണം 28 വർഷം തന്റെ ശരീരത്തിൽ ചുമന്നുകൊണ്ട് നടന്ന ഒരു കഠിനമായ പൈശാചിക പീഡ, ഒരു കഠിനമായ ബാധ, ഒരു കഠിനമായ രോഗബാധ കുരിശിന്റെ അടയാളത്തിൽ ആ ശിരസിലേക്ക് മുദ്ര കുത്തി കർത്താവിന്റെ നാമത്തിൽ കർത്താവിന്റെ ഒരു എളിയ ശിഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ അത് വിട്ടൊഴിഞ്ഞ് ഇറങ്ങി, ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ കുട്ടി 28 വയസ്സുള്ള ആ കുട്ടി വേർത്ത് കുളിച്ച് ആ രോഗം വിട്ടുപോകുന്ന അനുഭവം വ്യക്തമായി കാണാനും അറിയാനും തക്കവണ്ണം കർത്താവ് കൃപ ചെയ്ത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ മുതൽ ഞാൻ ചിന്തിക്കുകയാണ്, എന്താണ് ഈ കുരിശിന്റെ അടയാളത്തിന് ഇത്രമാത്രം ശക്തി? പ്രൈസ് ദി ലോർഡ്. കുരിശ് എന്ന് പറയുമ്പോൾ അതിന് 2 ഘടകങ്ങളുണ്ട്. ഒന്ന് സഹനത്തെ പ്രതിനിധീകരിക്കുന്ന സഹനത്തിന്റെ ഒരു മുദ്രയാണ്, സഹനത്തിന്റെ ഒരു അടയാളമാണ് കുരിശ്. ഇപ്പൊ നമ്മൾ ആ സഹനത്തിന്റെ മേഖലയെ കുറിച്ച് അല്ല ചിന്തിക്കുന്നത്. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ പ്രാർത്ഥിക്കുമ്പോഴുള്ള ശക്തിയെക്കുറിച്ചാണ്. വിശുദ്ധ കുരിശടയാളത്തിന്റെ അത്ഭുത ശക്തിയെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേകം മക്കൾക്ക്, അനേകം മനുഷ്യർക്ക് അറിയാൻ പറ്റാതെ പോയ ഒരു രഹസ്യമാണ് വിശുദ്ധ കുരിശടയാളത്തിന്റെ അത്ഭുത ശക്തി. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ കുരിശിന്റെ അടയാളത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് അത്ഭുത ശക്തിയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് ആദ്യകാലത്ത് അറിവില്ലായിരുന്നു.
ശ്ലീഹന്മാർക്ക് ഇതിനെക്കുറിച്ച് വലിയ പരിജ്ഞാനം ഉണ്ടായിരുന്നതായി ബൈബിളിൽ നമ്മൾ കാണുന്നില്ല. ശ്ലീഹന്മാർ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു, ശ്ലീഹന്മാർ മാനസാന്തരത്തെ കുറിച്ച് പ്രസംഗിച്ചു, ശ്ലീഹന്മാർ പല കാര്യങ്ങളെക്കുറിച്ച്, ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചു, മാനസാന്തരത്തിന് സുവിശേഷം പ്രസംഗിച്ചു. എന്നാൽ വിശുദ്ധ കുരിശടയാളത്തിന്റെ അത്ഭുത ശക്തിയെക്കുറിച്ച് അവർ പ്രഘോഷിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഇത് ഏതാണ്ട് 3-ാം നൂറ്റാണ്ടോടുകൂടെയാണ് ഇത് ദൈവത്തിന്റെ സഭയിൽ ഇതിനെക്കുറിച്ച് വെളിപാട് കിട്ടിയത്. ഏതാണ്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ഭരണകാലഘട്ടം, റോമൻ സാമ്രാജ്യത്തിൽ ക്രിസ്ത്യാനികളെ കഠിനമായി നിഷ്ഠൂരമായ പീഡകൾക്ക് എറിഞ്ഞു കൊടുക്കുന്ന കാലം. അങ്ങനെ മതമർദ്ദനം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നാൾ റോമൻ ചക്രവർത്തി ആയിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അതിപ്രബലനായ മറ്റൊരു രാജാവുമായി, മാക്സൻസ്യൂസ് രാജാവുമായി യുദ്ധത്തിൽ ഏർപ്പെട്ട് ആ യുദ്ധത്തിൽ അടിക്കടി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പരാജയം രുചിച്ചറിഞ്ഞ് മാക്സൻസ്യൂസ് ചക്രവർത്തിയെ തോൽപ്പിക്കാനുള്ള വഴികൾ കാണാതെ അദ്ദേഹം കുഴങ്ങിയപ്പോൾ ഒരു നാൾ അദ്ദേഹം വിഷണനായി കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഒരു ദർശനം ഉണ്ടായി. ആകാശത്തിൽ വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ ഒരു പ്രകാശം കാണപ്പെട്ട് ആ കുരിശിന്റെ അടയാളത്തിന് ചുറ്റിലും ഒരു എഴുത്തും കാണപ്പെട്ട് ആ എഴുത്ത് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരുന്നത്: ഈ അടയാളത്തിൽ നീ വിജയിക്കും, ഈ അടയാളത്തിൽ നീ വിജയിക്കും. ഉറക്കമുണർന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഈ കുരിശിന്റെ അടയാളം റോമൻ പട്ടാളത്തിന്റെ കൊടിയിൽ മുദ്രയായി പതിച്ചു. ആ കുരിശിന്റെ അടയാളം മുദ്രയായി പതിച്ച റോമൻ പതാകയുമായി ആ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ സൈന്യം വീണ്ടും യുദ്ധത്തിന് ചെന്നു. ആ യുദ്ധത്തിൽ വെച്ച് മാക്സൻസ്യൂസ് ചക്രവർത്തിയെ നിശേഷം പരാജയപ്പെടുത്തി അത്യപൂർവമായ വിജയം നേടിയിട്ടാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തിരിച്ചു വന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യുദ്ധത്തിൽ അത്ഭുത വിജയം നേടിയ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് ഒരു കാര്യം ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു: വിശുദ്ധ കുരിശടയാളത്തിന്റെ അത്ഭുത ശക്തി കൊണ്ടാണ് ഈ വൻ വിജയം ഉണ്ടായത് എന്ന് റോമൻ ചക്രവർത്തിയായിരുന്ന, ക്രിസ്തുമത വിരോധിയായിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത് അന്ന് തൊട്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തീരുമാനമെടുത്ത് ഇനിമേൽ നമ്മുടെ സാമ്രാജ്യത്തിൽ ക്രിസ്തുമതത്തെ പീഡിപ്പിക്കാൻ പാടില്ല. ക്രിസ്തുമതത്തെ റോമൻ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പ്രഖ്യാപിച്ച് ക്രിസ്തുമതത്തിന് അത്ഭുത സ്വാതന്ത്ര്യം കൊടുത്ത് ക്രിസ്തുമതത്തിന് വേണ്ടി എല്ലാ വഴികളും എല്ലാ വാതിലുകളും തുറന്നു കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയാണ് പ്രസിദ്ധമായ മിലാൻ വിളംബരം AD 313 സംഭവിച്ച പ്രസിദ്ധമായ മിലാൻ വിളംബരം ഉണ്ടായത് ഈ പശ്ചാത്തലത്തിലാണ്. ഈഡിക്റ്റ് ഓഫ് മിലാൻ, പ്രസിദ്ധമായ മിലാൻ. ഇതുവഴിയാണ് ലോകത്തിൽ ക്രിസ്ത്യാനികൾക്ക് ആദ്യമായി സ്വാതന്ത്ര്യം ലഭിച്ചത്. പ്രൈസ് ദി ലോർഡ്. റോമൻ സാമ്രാജ്യത്തിൽ ഉടനീളം ക്രിസ്തുമതം ഔദ്യോഗിക മതമായി മാറി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോസ്തലന്മാരല്ല വിശുദ്ധ കുരിശടയാളത്തിന്റെ അത്ഭുത ശക്തിയെക്കുറിച്ച് ലോകത്തെ പഠിപ്പിച്ചത്. പിന്നെയോ സ്വർഗം നേരിട്ട് പഠിപ്പിച്ച ഒരു വലിയ വെളിപാടാണ് വിശുദ്ധ കുരിശടയാളത്തിന്റെ ശക്തി. അതുകൊണ്ട് തന്നെ ഇന്ന് വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിന്റെ അത്ഭുത ശക്തി പ്രവഹിക്കുന്നത് ആയിരം സംഭവങ്ങളിൽ ഈ അച്ഛന്റെ കൂടെയുള്ള അനേക ശുശ്രൂഷകരും അനുദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് എല്ലാ ക്രിസ്ത്യാനികളും അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് അച്ഛൻ ആശിച്ചു പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. പല ആളുകളും ഇങ്ങനെ പറയണത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്: ഗാന്ധിജിയെ തോക്കുകൊണ്ട് വെടിവെച്ച് കൊന്നു, എബ്രഹാം ലിങ്കനെ തോക്കുകൊണ്ട് വെടിവെച്ച് കൊന്നു, അല്ലെങ്കിൽ ചിലരെ കയറിൽ തൂക്കി, സദ്ദാം ഹുസൈനെ തൂക്കുമരത്തിൽ തൂക്കിക്കൊന്നു. ഈ കൊലക്കയറിനെ നമ്മൾ ആരാധിക്കുമോ? ഈ തോക്കിനെ ആരാധിക്കുമോ? അതുപോലെ റോമൻ സാമ്രാജ്യത്തിലെ ഏറ്റവും ഹീനമായ വിധത്തിലുള്ള മരണത്തിന് വിധിക്കപ്പെടുന്നവർക്ക് കൊടുത്തിരുന്ന മരണമാണ് കുരിശിലുള്ള മരണം. കള്ളന്മാര്, രാജ്യദ്രോഹികളും, കൊള്ളക്കാര്, രാജ്യത്തിന് കൊള്ളാത്തവരും, മഹാമോശക്കാര്, ശപിക്കപ്പെട്ടവരുമായ ആളുകൾക്ക് കൊടുത്തിരുന്ന മരണമാണ് കുരിശ് മരണം. അങ്ങേ അറ്റത്തെ അപമാനത്തിന്റെ അടയാളമായിരുന്നു കുരിശടയാളം. അതുകൊണ്ട് ചില കീടബുദ്ധികൾ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഈ കുരിശിനെ എന്തിനാണ് ഇത്ര ബഹുമാനിക്കുന്നത്? ഈ കുരിശിനെ എന്തിനാണ് ഇത്രമാത്രം നമ്മള് കഴുത്തിൽ കെട്ടിത്തൂക്കിക്കൊണ്ട് നടക്കുന്നത്? ഈ കുരിശിനെ എന്തിനാണ് നമ്മൾ പ്രാർത്ഥനാ സ്ഥലത്ത്, പ്രധാന സ്ഥലത്ത് വെച്ചിരിക്കുന്നത്? ഇങ്ങനെ ചോദിക്കുന്നു. ചിലർ ചോദിക്കുന്നതാണ്: യേശുവിനെ തോക്കുകൊണ്ടാണ് വെടിവെച്ച് കൊന്നെങ്കിൽ തോക്കിനെ തൂക്കിക്കൊണ്ട് നടക്കുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ചിന്തകളെ വിളിക്കുന്ന പേരാണ് വികടചിന്ത. ഇങ്ങനെയുള്ള ബുദ്ധിക്ക് പറഞ്ഞ പേരാണ് കീടബുദ്ധി. പ്രൈസ് ദി ലോർഡ്.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്തിൽ മനസ്സിലാക്കേണ്ട ഈ ദൈവിക രഹസ്യത്തെ സ്വന്തം ബുദ്ധിയുടെ ചില അഭ്യാസങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ ശ്രമിച്ചാൽ ഇതുപോലുള്ള ചില അബദ്ധത്തിൽ ചെന്ന് നിബന്ധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ കാര്യത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ പരിശുദ്ധാത്മ പ്രകാശത്തിൽ നമ്മൾ അല്പം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എന്തിനാണ് അപമാനത്തിന്റെ അടയാളമായ കുരിശിന് നമ്മുടെ കഴുത്തിൽ സ്ഥാനം കൊടുക്കുന്നത്, നമ്മുടെ നെറ്റിയിൽ സ്ഥാനം കൊടുക്കുന്നത്, നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ പ്രഥമ സ്ഥാനത്ത് കുരിശിന്റെ അടയാളത്തിന് സ്ഥാനം കൊടുക്കുന്നത് എന്തിന്? ദേവാലയത്തിൽ മുഖ്യസ്ഥാനത്ത് കുരിശിന്റെ അടയാളം ഉയർത്തുന്നത് എന്തിന്? പ്രിയപ്പെട്ട ദൈവമക്കളെ, അതിന്റെ കാരണം ദൈവവചനത്തിൽ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 2-ാം അധ്യായം 23-ാം വാക്യം, അവൻ ദൈവത്തിന്റെ നിശ്ചിത പദ്ധതിയും പൂർവജ്ഞാനവും അനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അധർമ്മികളുടെ കൈകളാൽ നിങ്ങൾ അവനെ കുരിശിൽ തറച്ച് കൊന്നു. അധർമ്മികളുടെ കൈകളാൽ നിങ്ങൾ അവനെ കുരിശിൽ തറച്ച് കൊന്നു. ദൈവത്തിന്റെ നിശ്ചിത പദ്ധതിയും പൂർവജ്ഞാനവും അനുസരിച്ച് അവൻ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 23-ാമത്തെ വാക്യം. അപ്പോൾ യേശു ക്രിസ്തു അധർമ്മികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടതും കുരിശിൽ തറയ്ക്കപ്പെട്ടതും ദൈവത്തിന്റെ നിശ്ചിത പദ്ധതിയും പൂർവജ്ഞാനവും അനുസരിച്ചാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു ക്രിസ്തു എങ്ങനെ മരിക്കണം എന്ന് ദൈവത്തിന്റെ പൂർവജ്ഞാനം അനുസരിച്ച് ദൈവമാണ് യേശുക്രിസ്തു മരിക്കേണ്ട വഴി തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. യേശുവിന്റെ നാമം പിതാവ് തെരഞ്ഞെടുത്തതുപോലെ തന്നെ യേശു മരിക്കേണ്ടത് എങ്ങനെ എന്നുള്ളത് തെരഞ്ഞെടുത്തത് പിതാവായ ദൈവമാണ്. യേശുവിന് വേണ്ടി മരിക്കാൻ കുരിശ് തെരഞ്ഞെടുത്തത് പിതാവായ ദൈവമാണ്. പിതാവായ ദൈവം തന്റെ പൂർവജ്ഞാനത്തിൽ തെരഞ്ഞെടുത്ത അടയാളമാണ് കുരിശിന്റെ അടയാളം. പ്രൈസ് ദി ലോർഡ്. സകല മർത്യരുടെയും രക്ഷയുടെ അടയാളമായി പിതാവായ ദൈവം തന്റെ പൂർവജ്ഞാനത്തിൽ തെരഞ്ഞെടുത്തത് കുരിശിന്റെ അടയാളമാണ്. അതുകൊണ്ടാണ് ഈ കുരിശിനെ നാം ബഹുമാനിക്കുന്നത്. പിതാവായ ദൈവം ബഹുമാനിച്ച രൂപമാണ് കുരിശിന്റെ അടയാളം. പിതാവായ ദൈവം തന്റെ പുത്രന് വേണ്ടി തെരഞ്ഞെടുത്തതാണ് കുരിശിന്റെ അടയാളം. ഈ പിതാവായ ദൈവം ഒരു തോക്കാണ് തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ നാം ആ തോക്കിനെ ബഹുമാനിക്കും. പിതാവിന്റെ തെരഞ്ഞെടുപ്പാണ് പ്രധാനപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിതാവ് തെരഞ്ഞെടുത്തത് കൊണ്ടാണ് കുരിശിന്റെ അടയാളത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. പിതാവ് തെരഞ്ഞെടുത്ത അടയാളമായതുകൊണ്ട് സ്വർഗം തന്നെയാണ് ലോകത്തിന് ഈ വിശുദ്ധ കുരിശടയാളത്തിന്റെ അത്ഭുത ശക്തിയെക്കുറിച്ച് സ്വർഗം നേരിട്ടാണ് ലോകത്തെ ഈ കാര്യം പഠിപ്പിച്ചിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്, എന്തിനാണ് ഈ അപമാനത്തിന് അടയാളമായ ഈ കുരിശടയാളം പിതാവ് തെരഞ്ഞെടുത്തത്? ഇതിനേക്കാൾ നല്ലത് വേറെന്തെങ്കിലും തെരഞ്ഞെടുത്ത് കൂടായിരുന്നോ? അതിനെക്കുറിച്ചുള്ള ഉത്തരം കൊരിന്ത്യർ എഴുതിയ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 27-28 വാക്യങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ നിസ്സാരമായവയെ ദൈവം തെരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെയും നിലവിലുള്ളവയെ നശിപ്പിക്കാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസ്സാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മയെ തന്നെയും ദൈവം തെരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാന ഘടകം. ദൈവം ആ അടയാളം തെരഞ്ഞെടുത്തത് കൊണ്ട് ഇന്ന് ആ അടയാളത്തിൽ വലിയ അത്ഭുത ശക്തി, സ്വർഗത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. ദൈവം ഒരു കൊലക്കയറോ ഒരു കഴുമരമോ തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ അതിലൂടെ ദൈവം പ്രവർത്തിക്കുമായിരുന്നു. ദൈവം പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ അരുതെന്ന് പറയാൻ നമ്മളാര്? ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവം തെരഞ്ഞെടുത്ത അടയാളമായതുകൊണ്ട് ഇന്ന് ഈ അടയാളത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ ലോകത്തെമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർക്കുന്നൊരു സംഗതിയുണ്ട്. ഈ അടുത്ത കാലത്ത് ഇവിടെ എറണാകുളം പട്ടണത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വന്നു. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, 65 ലക്ഷം ഉറുപ്പിക കടബാധ്യതയുണ്ടച്ചാ. ആ ചെറുപ്പക്കാരന് വേണ്ടി കുരിശിന്റെ അടയാളത്തിന് ഒരു ആശീർവാദം കൊടുത്ത് നിന്റെ കടബാധ്യതകൾ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ച് വിട്ടയച്ച് 2008 ഫെബ്രുവരി മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണ് ചെറുപ്പക്കാരൻ അട്ടപ്പാടിയിൽ ആദ്യം വരുന്നത്. 2008
ജൂലൈ മാസത്തിൽ ആ ചെറുപ്പക്കാരൻ വീണ്ടും അട്ടപ്പാടിയിലേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ എന്റെ 65 ലക്ഷം ഉറുപ്പ്യ കടബാധ്യതയും തീർന്നു, ഇന്ന് 1 കോടി ഉറുപ്പ്യ എന്റെ കയ്യിൽ നീക്ക് ബാക്കിയുണ്ട് അച്ഛാ. അതുപോലെ എന്റെ ദൈവം എന്നെ നടത്തി, അത്ഭുതങ്ങളിലൂടെ എന്റെ ദൈവം എന്നെ നടത്തി. അച്ഛൻ കുരിശിന്റെ അടയാളത്തിൽ ആശീർവദിച്ചത് എന്റെ കുടുംബത്തിന്റെ തകർച്ചയുടെ കെട്ടുകൾ അഴിയുന്ന അത്ഭുത നിമിഷമായിരുന്നു എന്ന് അദ്ദേഹം ഏറ്റുപറഞ്ഞത് ഞാൻ ഓർമ്മിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിതാവ് മഹത്വപ്പെടുത്തിയ അടയാളമാണ് കുരിശിന്റെ അടയാളം. ഇത് വിജയത്തിന്റെ അടയാളമാണ്. ഇത് പ്രത്യാശയുടെ അടയാളമാണ്. ഇത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടയാളമാണ് കുരിശിന്റെ അടയാളം. ഇത് മഹത്വത്തിന്റെ പ്രതീക്ഷയാണ് കുരിശിന്റെ അടയാളം. ഹല്ലേലൂയ, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കുരിശിന്റെ അടയാളം വെഞ്ചരിച്ച് കഴുത്തിൽ ധരിക്കുന്നത് ആ വ്യക്തിക്ക് അത്ഭുതകരമായ ദൈവിക സാന്നിധ്യം അനുഭവിക്കാനും ദൈവശക്തി ഇറങ്ങാനും ഇടവരുത്തുന്ന ഒരു പ്രവൃത്തിയാണ്. ഒരു കുരിശുരൂപം വെഞ്ചരിച്ച് വീട്ടിൽ വെക്കുന്നത് അനുഗ്രഹമാണ്. ഒരു കുരിശുരൂപം വെഞ്ചരിച്ച് നമ്മുടെ മുറിയിൽ വെക്കുന്നത് അനുഗ്രഹമാണ്. വെഞ്ചരിച്ച ഒരു കുരിശുരൂപം കഴുത്തിൽ ധരിച്ചുകൊണ്ട് നടക്കുന്നത് അനുഗ്രഹമാണ്. വെഞ്ചരിച്ച ഒരു കുരിശുരൂപം വാഹനത്തിൽ വെക്കുന്നത് അനുഗ്രഹമാണ്. ഇതിനെക്കുറിച്ച് പരിശുദ്ധാത്മ പ്രകാശത്തിൽ ആത്മീയ പരിജ്ഞാനം പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരെയും യേശുവിന്റെ കുരിശിന്റെ അടയാളത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് വലിയ അത്ഭുതങ്ങൾ ഈ ശുശ്രൂഷയിൽ ചേർന്നുകൊണ്ടിരിക്കുന്നവരുടെ മേൽ സംഭവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, അങ്ങയുടെ അത്ഭുത ശക്തി ഇപ്പോൾ ഈ സമൂഹങ്ങളുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ, ഈ കുടുംബങ്ങളുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. പിതാവായ ദൈവം തെരഞ്ഞെടുത്ത് മഹത്വപ്പെടുത്തിയ, പിതാവായ ദൈവം അംഗീകരിച്ച് മഹത്വപ്പെടുത്തിയ അപമാനത്തിന്റെ അടയാളമായിരുന്ന കുരിശിന്റെ അടയാളത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ കോടിക്കണക്കിന് അത്ഭുതങ്ങൾ ലോകത്തിൽ വർഷിക്കുന്ന സ്വർഗീയ പിതാവേ, ഇപ്പോൾ ഈ കുടുംബങ്ങൾക്ക് വേണ്ടി കുരിശിനടന്ന് ആശീർവദിക്കുമ്പോൾ ഈ കുടുംബങ്ങളിൽ നിന്ന് ഇപ്പോൾ സിനിമയുടെ ആധിപത്യങ്ങൾ തകരട്ടെ, തകർച്ചകൾ വിട്ടുപോകട്ടെ, പരാജയങ്ങൾ വിട്ടുപോകട്ടെ, കടബാധകൾ വിട്ടുപോകട്ടെ, ശാപങ്ങൾ വിട്ടുപോകട്ടെ, രോഗങ്ങൾ വിട്ടുപോകട്ടെ, തകർച്ചകൾ വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ആശീർവദിക്കുന്നു. ഓരോ കുടുംബങ്ങളെ കുടുംബമായി ആശീർവദിക്കുന്നു. ഓരോ വ്യക്തികളെയും വ്യക്തിപരമായി ആശീർവദിക്കുന്നു. ഈശോയുടെ നാമത്തിൽ കുരിശിന്റെ അടയാളത്താൽ ഈ ദൈവമക്കളെ കാലാകാലങ്ങളായി ബന്ധിച്ചിട്ടിരുന്ന എല്ലാ ബന്ധനങ്ങളും ഇപ്പോൾ യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആഗതനാകുന്നു നമ്മിൽ അനുതാപഹൃദയമുയർത്തി സ്വന്തമാക്കാമനുപമനേ. ആഴങ്ങളറിയുന്ന ഈശോ ആഗതനാകുന്നു നമ്മിൽ അനുതാപഹൃദയമുയർത്തി സ്വന്തമാക്കാമനുപമനേ. ആഴങ്ങളറിയുന്ന ഈശോ. വിശുദ്ധ കുരിശിന്റെ അടയാളത്തെ ഹൃദയപൂർവ്വം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർക്ക് അതിന്റെ മഹത്വവും അതിന്റെ അനുഗ്രഹവും ഉണ്ടാവും. കുരിശിന്റെ അടയാളത്തെ നിന്ദിക്കുകയും പുച്ഛിക്കുകയും മനഃപൂർവ്വം അതിനെ അവഹേളിക്കുകയും ചെയ്യുന്നവർക്ക് അതിൻ്റെതായ പലതരത്തിലുള്ള അനുഭവങ്ങൾ, വിപരീത അനുഭവങ്ങളും ഉണ്ടാകും. ഇത് നിരവധി തലമുറകളുടെ അനുഭവമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പോൾ വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ ഈ സമൂഹത്തെ ദിവ്യകാരുണ്യ ആശീർവാദം നൽകി പ്രാർത്ഥിക്കുകയാണ്.
നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ട് മാറാത്ത തരത്തിൽ ഏതെങ്കിലും തിന്മകളുണ്ടെങ്കിൽ, ഇന്ന് വരെ പ്രാർത്ഥിച്ച് വിട്ടുപോകാത്ത തഴക്കദോഷങ്ങളുണ്ടെങ്കിൽ, ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ട് മാറാത്ത കടുംകെട്ടുകളായ കടബാധ്യതകളുണ്ടെങ്കിൽ, ഏതെങ്കിലും ശത്രുപീഠകളുണ്ടെങ്കിൽ, വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ ഈ ദിവ്യകാരുണ്യ ആശീർവാദം നൽകുമ്പോൾ 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, പുത്രനായി യേശുക്രിസ്തുവിന്റെ അത്ഭുതമായ കുരിശിന്റെ അടയാളത്താൽ ഈ സമൂഹത്തെ ഇപ്പോൾ ആശീർവദിച്ച് സകല തിന്മകളിൽ നിന്നും, കെട്ടുകളിൽ നിന്നും, അന്ധകാര ശക്തികളിൽ നിന്നും, പൈശാചിക പീഡകളിൽ നിന്നും, ദുരാത്മ ഭൂതങ്ങളിൽ നിന്നും വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാറാ രോഗങ്ങൾ കുരിശിന്റെ അടയാളത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ. ആഗതനാകുന്നു നമ്മിൽ അനുതാപഹൃദയമുയർത്തി സ്വന്തമാക്കാൻ